അമൂല്യം വേദാന്തും എവിടേക്കാ പോകുന്നതെന്ന് എനിക്ക് അപ്ഡേറ്റ് കിട്ടിയിരിക്കണം. അതിനു മുമ്പ് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യ്. പിന്നെ വാട്സപ്പ് ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം. നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേണ്ട ക്യാഷ് വന്നിട്ടുണ്ടാവും. വാട്സപ്പിൽ നിങ്ങൾക്ക് ഞാനൊരു താങ്ക് യു അയച്ചിട്ടുണ്ട്. നീ ചെയ്യുന്നത് തീരെ ശരിയല്ല വേദാന്ത്. ഇത്രയും നേരമായിട്ട് നീ എന്നെ വിളിച്ചൊന്ന് വിഷ് ചെയ്തില്ലല്ലോ. അപ്പൊ ഇതുവരെ നീ എന്നെ ഒന്ന് ഓർത്തിട്ട് പോലും ഇല്ല അല്ലേ? അല്ല, ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലേ? ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ച് വിഷ് മേടിച്ചാലോ? ഇത്രയും വലിയൊരാള് ഗേൾ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ നന്നായി സെലിബ്രേറ്റ് ചെയ്യേണ്ടതല്ലേ? ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുമില്ല. അതിനൊന്നും ആവശ്യമില്ല താൻ. കുറഞ്ഞ പക്ഷം സിമ്പിൾ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു വാക്കെങ്കിലും പറയാലോ. അറ്റ്ലീസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് വിഷ് ചെയ്യാനെങ്കിലും പാടില്ലേ? രക്ഷപ്പെട്ടു. വിഷ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അതും ഇന്നത്തെ ദിവസമോ? നിന്നെ ഒറ്റയ്ക്കാക്കി അവരെല്ലാവരും കൂടെ പോയെന്നോ? അത് ശരിയായില്ലല്ലോ. വളരെ മോശമായി പോയി. ഇങ്ങനെ സംഭവിക്കുന്ന ഞാൻ വിചാരിച്ചേ ഇല്ല. നിനക്കെങ്കിലും അങ്ങനെയൊന്നും തോന്നിയല്ലോ. അതൊക്കെ പോട്ടെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അവരെല്ലാവരും മറന്നു. നിനക്കെങ്കിലും ഓർമ്മയുണ്ടല്ലോ, അത് മാത്രം മതി എനിക്ക്. പ്രത്യേകതയോ? ഇന്ന് അതിനെന്താ ഇപ്പൊ വിശേഷം? അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കും അറിയില്ലേ? ഇല്ലല്ലോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാനിടയ്ക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വിളിക്കാറില്ലേ? അങ്ങനെ വിളിച്ചത്. നിന്നവരെ ഒറ്റയ്ക്കാക്കി പോയിന്ന് പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് ശരിക്കും ഫീലായി. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഒന്നുമില്ല, വിട്ടേക്ക്. എന്താണെങ്കിലും നീ പറയേ, എന്താ ഇന്നത്തെ പ്രത്യേകത? അപ്പുറത്തെ വീട്ടിലെ നായ്ക്കുട്ടി പ്രസവിച്ച് 4 ഫോൺ വിളിച്ചത് ഞാനല്ലേ? നീ എന്തിനാ പെട്ടെന്ന് കട്ട് ചെയ്യുന്നേ? എനിക്ക് കുറച്ചു നേരം കൂടെ സംസാരിക്കാൻ തോന്നുക. ഐ ആം സോറി. അടുത്ത വീട്ടിലെ നായ്ക്കുട്ടി പ്രസവിച്ചു എന്ന് പറഞ്ഞില്ലേ? അവിടെ ഇന്ന് സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ പോയി അതിനൊന്ന് വിഷ് ചെയ്തിട്ട് വരാം. മനുഷ്യരൊന്നും അല്ലല്ലോ, ഫോൺ ചെയ്ത് പറഞ്ഞാ പോരെ? ആൻഡ് ബൈ ദ വേ, ഇന്ന് ഓഫീസിൽ ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. നീ എപ്പോഴാ ഓഫീസിലേക്ക് വരുന്നത്? രാവിലെ തന്നെ വിഷ് ചെയ്ത് എന്തെങ്കിലും സർപ്രൈസ് തരുമെന്ന് വിചാരിച്ചപ്പോ എപ്പോഴാ ഓഫീസിൽ എത്തുന്നെന്നാ ചോദിക്കുന്നത്. റോബോട്ട്. ഹലോ, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഓഫീസിൽ വരുമല്ലോ അല്ലേ? ഇല്ല മോനെ, ഞാൻ വരുന്നില്ല. വാട്ട്? വരില്ല എന്നോ? അതെന്താ കാര്യം? കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങളുണ്ട്, എനിക്കിന്ന് വരാൻ പറ്റില്ല. എക്സ്ക്യൂസ് മീ, എന്നോട് പറയാൻ പറ്റാത്ത പേഴ്സണൽ കാര്യങ്ങൾ എന്താ ഉള്ളേ? അതെന്താണെങ്കിലും ശരി, പറഞ്ഞോ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ പേഴ്സണലാ, അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റില്ല. ബൈ. അമൂല്യ, റൗഡി ബേബി ഞാൻ വിഷ് ചെയ്യാത്തോണ്ടേ ഡോൺ ബേബി ആയിട്ടുണ്ട്. അവളുടെ വീടിനെങ്ങാനും ഇനി തീയിടുവോ?
ഡ്യൂട്ടി സുമേഷ് റിപ്പോർട്ടിംഗ് ടു ബോസ്. ഗുഡ് മോർണിംഗ് ബോസ്. സുമേഷ് റിപ്പോർട്ടിംഗ് ടു ഡ്യൂട്ടി. അത് പോട്ടെ, എന്നോടെന്തിനാ ഈ ലവേഴ്സിനെയൊക്കെ പോലെ പാർക്കിലേക്ക് വരാൻ പറഞ്ഞത് ബോസ്? സുമേഷ്, എനിക്ക് ഒരു ചെറിയ ഹെൽപ്പ് വേണോടോ. ബോസ്, എന്റെ ജീവിതം ബോസിനെ സേവിക്കാൻ വേണ്ടി ഉള്ളതല്ലേ? എന്താണെങ്കിലും പറഞ്ഞോ. അതെന്താടോ സോഷ്യൽ സർവീസ് ചെയ്യുന്ന പോലെയാണല്ലോ സംസാരിക്കുന്നത്? ഞാൻ സാലറി തന്നിട്ടല്ലേ? അത് പിന്നെ ന്യൂസ് കണ്ട് പൊളിറ്റീഷ്യൻസിന്റെ സ്പീച്ച് കേട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാ. ഇന്നത്തെ കാലത്ത് പൊളിറ്റിക്സിലൊക്കെ നിൽക്കുന്നവര് ശമ്പളവും വാങ്ങിക്കുന്നുണ്ട്, കിമ്പളവും വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് മൈക്കിന്റെ മുൻപിൽ വന്നിരുന്ന് ഞങ്ങൾ സോഷ്യൽ സർവീസ് ചെയ്യാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യും. ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാ ബോസ്? എടോ, ഒരു ചെറിയ ചോദ്യത്തിന് ഇത്രയും വലിയ ഉത്തരം എന്തിനാ പറയുന്നത്? ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ, അത് ഇപ്പൊ മറന്നു പോവുകയും ചെയ്തു. അമ്മു, ഇത്രയും നല്ലൊരു ബർത്ത്ഡേ നിന്റെ ജീവിതത്തിൽ നീ ഇതുവരെ സെലിബ്രേറ്റ് ചെയ്ത് കാണില്ല. പറയുമ്പോ റൗഡി ബേബി ഈ കേരളം മുഴുവൻ ഫേമസ് ആണെന്നുള്ള ബിൽഡപ്പും ഉണ്ട്. നിന്റെ വീട്ടുകാർക്കും നിന്റെ ബോയ് ഫ്രണ്ടിന് നിന്റെ ബർത്ത്ഡേ പോലും അറിയില്ല. നീ വെറും ഒരു വേസ്റ്റ് ആണെന്ന് എല്ലാവരുടെ മുന്നിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ. നിന്നെ നീ തന്നെ വിഷ് ചെയ്യണം. ഈ ദോശ ഒരു കേക്കാണെന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് തിന്നുകയും വേണം. അത് ശരി, എന്താ അത്? കയ്യിലൊരു ഗിഫ്റ്റ് ബോക്സ്. സോറി ബോസ്. എന്നാലും ബോസ് എന്താ അങ്ങനെ ചോദിച്ചേ? ഇന്ന് നമ്മുടെ മേഡത്തിന്റെ ബർത്ത്ഡേ അല്ലേ? മേഡത്തിന് പാർട്ടി കൊടുക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട് ബോസ് എന്തായാലും ബിസി ആയിരിക്കും. അതുകൊണ്ട് രാവിലെ തന്നെ പോയി ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് ഞാൻ ഇങ്ങ് പോകുന്നത്. ബോസിനെ കാണിച്ച് സന്തോഷിപ്പിക്കാനാ ഞാൻ ഇങ്ങ് വന്നത്. വലിയ കാര്യമായി. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു. അതെന്താ ബോസ്? എന്താ ഏതാന്നൊക്കെ ഞാൻ പിന്നെ പറയാം. അതിനു മുൻപേ താന് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ബോസ് പറഞ്ഞോളൂ ബോസ്. ശ്രീരാമൻ പറയുന്നതൊന്നും ഇതുവരെ ആൻസർ. താൻ അമൂല്യയുടെ ആ പാട്ട് റാണി ഒന്ന് എടുക്കണം. ആ വണ്ടി ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട് ബോസ്. ഈ വർഷം പെയ്ത മഴയില് അതിന്റെ എല്ലാം പോയില്ലേ? ആ പാർട്സ് എല്ലാം എടുത്ത് അവരെ ആക്രമിക്ക് കൊടുത്തെന്നാ അറിഞ്ഞത്. Will you just shut up? Bloody nonsense. അതിപ്പോ ഇല്ലെങ്കിൽ ഞാൻ അതിനെ പറ്റി സംസാരിക്കൂടോ? അത് ശരിയല്ലേ? ബോസ് പറയുന്നതിൽ ലോജിക്കുണ്ട്. എന്നാലും ബോസിനെ പോലെ ഇത്രയും വലിയൊരാളുടെ കണ്ണ് ആ പാട്ട് വണ്ടിയുടെ പുറത്ത് എങ്ങനെ വീണു? അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. അത് ആരും അറിയാതെ, സ്പെഷ്യലി അമൂല്യ അറിയാതെ അവിടുന്ന് പൊക്കണം. അമ്മോ, ചേട്ടൻ വന്നു. അമ്മോ, ഹായ് ചേട്ടാ. ഹായ്. ഹാവ്, ഇവനെങ്കിലും എന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റും കൊണ്ടാ വന്നിരിക്കുന്നത്. വിഷ് യു മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നിന്റെ റാണിയെ വാങ്ങിച്ചിട്ട് ആദ്യം റൈഡ് പോയ ദിവസമല്ല ഇന്ന്. അതുകൊണ്ട് റാണിക്കുള്ള ഗിഫ്റ്റും കൊണ്ടാ ഞാൻ വന്നത്. എന്തൊരവസ്ഥ എന്റേത്. ആവശ്യമില്ലാത്തതൊക്കെ ഇവന് ഓർമ്മയുണ്ടല്ലോ. പിടിക്കാമോ? ഇത് ശരിക്കും ഞാൻ റാണിയെ ആദ്യമായിട്ട് റൈഡ് ചെയ്ത ദിവസത്തിന്റെ ഓർമ്മയ്ക്കാണോ അതോ? സംശയിക്കണ്ട, തീർച്ചയായിട്ടും ഞാൻ അതിന് തന്നെയാ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് നിനക്കൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ. കൊച്ചു കള്ളി. ഞാനും ആദ്യം ഇന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. അപ്പൊ അവൾക്കൊരു സാരി വാങ്ങി. ബൈ 1 get 1 ഫ്രീ ഉണ്ടായിരുന്നോണ്ട് നോക്കിയപ്പോ രണ്ടും സെയിം ടു സെയിം സാരിയാ. ഒരേപോലെ രണ്ടെണ്ണം എടുത്തിട്ട് ഞാനത് എങ്ങനെ കൊടുക്കും? അതുകൊണ്ട് അമ്മൂന് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോന്ന് എന്നോട് പറഞ്ഞു.
താങ്ക് യു. ആ ശരി ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോയിട്ടേ കുറച്ച് ജോലികളുണ്ട്. സുമേഷ്, തന്റെ വാങ്ങി നടക്കോ? വല്ല ഈച്ചയും കയറി പോകും. ബോസ് രാവിലെ തന്നെ വന്ന് ഈ കോമഡി പറയാൻ എങ്ങനെ തോന്നുന്നു? കോമഡി പീസ് താനല്ലേ, ഞാൻ സീരിയസ് ക്യാരക്ടറാണ്. അമൂല്യയുടെ വീട്ടിൽ പോയി താൻ ആ വണ്ടി എടുത്തു കൊണ്ടുവന്നേ പറ്റൂ. റൗഡി ബേബിയുടെ റൗഡിയെ അടിച്ചു മാറ്റാനോ? വേറെ ആരുടെയെങ്കിലും തല എടുത്തോണ്ട് വരാൻ പറഞ്ഞാലും ഞാനത് ചെയ്തേനെ. അല്ല, ആരെയെങ്കിലും പബ്ലിക്കായി പോയി തെറി വിളിക്കാൻ പറഞ്ഞാലും ഞാനത് ചെയ്തേനെ. പക്ഷേ റൗഡി ബേബി അല്ലാതെ വേറെ ആർക്കും അതിൽ തൊടാൻ പറ്റില്ല. റൗഡി ബേബിയേക്കാൾ ഡേഞ്ചർ അത്. മാത്രമല്ല, അമൂല്യ മേഡം എങ്ങാനും റാണിയെ കിഡ്നാപ്പ് ചെയ്തു എന്ന് അറിഞ്ഞാൽ എന്നെ വെച്ചേക്കില്ല. ജീവൻ മരണ പോരാട്ടമാ. വെറുതെ ജോക്ക് പറഞ്ഞതാണെങ്കിൽ ഇങ്ങനെ പറയരുത് ബോസ്. എന്താടോ, തനിക്കപ്പ ചെയ്യാൻ പറ്റില്ല അല്ലേ? റൗഡി ബേബിയുടെ റാണിയെ പൊക്കുന്നത് ഒരു തെറ്റല്ല. പക്ഷേ ആ റാണിയെ അവിടുന്ന് പൊക്കണോന്ന് വിചാരിച്ചത് തന്നെയാണ് തെറ്റ്. എന്നോട് ബോസിന് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് അടിക്കും ബോസ്. കണ്ണടച്ചു നിന്ന് ഞാൻ അടി മുഴുവനും കൊണ്ടോളാം ബോസ്. എനിക്കൊരു പ്രശ്നവും ഇല്ല. അതല്ലാതെ സ്വയം പോയി കുഴി കുത്തി അതിൽ കിടക്കാൻ എന്റെ അടുത്ത് പറയരുത്. ശരി, വിട്ടേക്ക്. തനിക്ക് അത് ചെയ്യാൻ പറ്റില്ലെങ്കിലേ ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. വേറെ ആരെങ്കിലും നോക്കാം. അയ്യോ, അതൊന്നും വേണ്ട ബോസ്. ഞാൻ തന്നെ അത് ചെയ്തോളാം. ബോസ് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഇത്രയും ദിവസത്തിൽ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. മരിക്കുന്നത് വരെ അങ്ങനെ പറയാനും പറ്റില്ല. ഈശ്വരൻ എന്നെ ഇപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കാലൻ റാണിയുടെ രൂപത്തിലാണോ വരുന്നത്? ഗുഡ്, വേഗം പോവാൻ നോക്ക്. മേഡത്തിന്റെ ബർത്ത്ഡേ, എനിക്ക് ഡെത്ത് ഡേ. മരണം കണ്ണിന്റെ മുൻപിൽ വന്ന് ഡെപ്പാങ്കൂത്തും ഡിസ്കോയും ക്യാബറയും എല്ലാം കളിച്ചോണ്ടിരിക്കുക. ബോസ് പറഞ്ഞ ചെയ്യാതിരിക്കാനും പറ്റില്ല. മേഡത്തിന് ഓർത്ത് ചെയ്ത പ്രശ്നവും. പറഞ്ഞ പോലെ ചെയ്യ്, പോ നോക്ക്. ബോസ്, കാറ് എന്നാ ഡിക്കിയിൽ ഇട്ടിട്ട് കൊണ്ടുവരായിരുന്നു. Such a terrible fellow. റാണിയെ ഓടിച്ച ദിവസമായതുകൊണ്ട് ബൈ വൺ ഗെറ്റ് വൺ സാരിയും കൊണ്ട് വന്നിരിക്കുന്നു. ഇതുണ്ടല്ലോ. ചേട്ടാ, അത് പിന്നെ ഈ കവറിന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ ഞാനെന്നെ തൂക്കി നോക്കിയത്. ശരി ശരി. അല്ല, വീട്ടിലാരെയും കാണുന്നില്ലല്ലോ. അവരെല്ലാവരും എന്നെ ഒറ്റയ്ക്കാക്കി അമ്പലത്തിലേക്ക് പോയിരിക്കാം. ഓ, അതാണോ? ഒരു കാര്യം ചെയ്യ്, അവര് വരുമ്പോ ഞാൻ അന്വേഷിച്ചൊന്ന് പറഞ്ഞേക്ക്. പെട്ടെന്ന് ഓഫീസിലേക്ക് വരണം, ലേറ്റ് ആവരുത്. പറഞ്ഞേക്കാം. ഓഫീസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം, മനുഷ്യന്റെ കാര്യമൊന്നും അറിയില്ല. എന്റെ കൂടെ ആരും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഞാനുണ്ട്, പിന്നെ എന്റെ റാണിയുണ്ട്. ഇന്ന് എന്റെ റാണിയുടെ കൂടെ ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. എന്റെ ബോസ് എന്നെ വെറും ഒരു കള്ളനായിട്ട് പ്രൊമോഷൻ തരുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ദൈവം എന്നെ പരീക്ഷിച്ച് തീർന്നിട്ടില്ല എന്നാ തോന്നുന്നേ. അല്ല, അമൂല്യ മേഡവും റാണി എന്ന് പറഞ്ഞാൽ അടയും ചക്കരയും പോലെയാണെന്ന് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. എടാ സുമേഷേ, നിനക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചെയ്താലും പ്രശ്നം, ചെയ്തില്ലെങ്കിലും പ്രശ്നം. ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വരാ? അയ്യോ റാണി, ഞാൻ ഫോൺ എടുക്കാൻ മറന്നു. ഇപ്പൊ പോയി എടുത്തോണ്ട് വരാവേ. ആ, നീ എന്നെ വിഷ് ചെയ്തില്ലല്ലോ, അതിനുള്ള സമയമായിട്ടില്ല. ഞാൻ പോയി ഫോൺ എടുത്തോണ്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ജോളിയായിട്ട് ചുറ്റാൻ പോവാം. ഇപ്പൊ വരാം. എന്റെ പൊന്ന് റാണി, നിന്റെയൊക്കെ ജീവിതമാണ് ജീവിതം. എന്തെങ്കിലും അറിയണോ? സമാധാനമായിട്ട് വെറുതെ ഇരുന്നാ മതി. ഇപ്പൊ നോക്ക്, ഒരു ഡയമണ്ടിന്റെ അത്രയും വിലയുണ്ട് ഈ പാട്ട വണ്ടിക്ക്. ഇങ്ങനെ ഒരു ഗതികേട് എനിക്ക് എന്നാലും വന്നല്ലോ. അയ്യോ, എന്റെ റാണിയോട് എന്ത് പറഞ്ഞാലും അവക്കത് മനസ്സിലാവും. വേഗം വരാൻ പറഞ്ഞോണ്ട് ഫോൺ അടിച്ച് എന്നെ വിളിക്കുന്നതായിരിക്കും. അയ്യോ, കീ അതിൽ തന്നെ ഇട്ടിരിക്കുകയാണല്ലോ. ആരെങ്കിലും വണ്ടി കൊണ്ടേ മുട്ടിച്ചിട്ടുണ്ടാവും. ഏയ്, ആരാടാ അത്? എന്റെ വണ്ടി ആരാടെ കൊണ്ടേ മുട്ടിച്ചത്? അഹങ്കാരികള്. എന്റെ റാണിയെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകുന്ന വിചാരിച്ചല്ലേ? എടാ നിക്കടാ, എന്റെ റാണിയെ കൊണ്ടുപോലെ നിക്കാൻ. ഏയ് നിക്കടാ അവിടെ. ഏയ് നിക്കാനാ പറഞ്ഞേ. ഏയ് എടാ വൃത്തിയിട്ടവനെ, ഈ നാട്ടിൽ എത്ര നല്ല വണ്ടികളുണ്ട്, എന്നിട്ട് എന്റെ പാവ റാണിയാണോ നീ കൊണ്ടുപോകുന്നേ?